നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുമായി ബന്ധപ്പെട്ട് യുവനടി തൻവി റാമിനിൽ നിന്നും വിവരങ്ങൾ തേടി SIT. രാഹുലിന് കാർ കൊടുത്തത് ഏത് സാഹചര്യത്തിലെന്ന് ചോദിച്ചറിഞ്ഞു. രാഹുൽ അടുത്ത സുഹൃത്തെന്നാണ് നടി വ്യക്തമാക്കിയത്. ഫോൺ വഴിയാണ് വിവരങ്ങൾ തേടിയത്. പാലക്കാട് നഗരത്തിൽ ഓടിയത് നടി തൻവിയുടെ കാറാണെന്നാണ് സ്ഥിരീകരണം. എന്നാൽ ഈ കാർ രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ചു എന്ന വാദം തെറ്റാണെന്നാണ് ലഭിക്കുന്ന വിവരം. പാലക്കാട് നിന്നും രാഹുൽ മുങ്ങാൻ ഉപയോഗിച്ചത് ഈ കാറാണെന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ ആ ഭാഗം ശരിയല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോകാൻ എത്തിയപ്പോൾ കാർ പാലക്കാട്ട് വെച്ച് പോയതാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കാർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസ് പരിസരത്താണ് സൂക്ഷിച്ചിരുന്നത്. ഈ കാർ പാലക്കാട് പാർക്ക് ചെയ്ത ശേഷം പൊള്ളാച്ചിയിലേക്ക് മറ്റൊരു വാഹനത്തിലാണ് നടി പോയത്. തിരികെ വരുമ്പോൾ കാർ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അവർ മടങ്ങിയത്. അതേസമയം ഇതിനുശേഷം രാഹുലിനെതിരെ പരാതി ഉയർന്ന ദിവസമടക്കം രാഹുലിന്റെ ഓഫീസ് ജീവനക്കാർ വാഹനം ഉപയോഗിച്ചിരുന്നു. തൻവിയുടെ കാർ എടുത്ത് ചായ കുടിക്കാൻ പോയ ഓഫീസ് ജീവനക്കാർ വിവാദത്തിന് വഴിയൊരുക്കി. ഇതോടെയാണ് ഈ കാറിൽ രാഹുൽ രക്ഷപ്പെട്ടുവെന്ന വിധത്തിൽ വാർത്തകൾ വന്നത്. തന്റെ കാർ പാലക്കാട് എത്തിയത് എങ്ങനെയെന്ന് നടി വിശദീകരിച്ചിട്ടുണ്ട്. വാഹനം അതിർത്തി വിട്ടു പോയിട്ടില്ലെന്നാണ് പരിശോധനയിൽ വ്യക്തമായ കാര്യവും. രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് തൻവി എത്തിയിരുന്നു. ഇതോടെ ഇതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണവും താരത്തിന് നേരിടേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോകാൻ ഉപയോഗിച്ച ചുവന്ന ഫോക്സ് വാഗൺ പോളോ കാർ സൂക്ഷിച്ചത് താനാണെന്ന BJPയുടെ ആരോപണത്തിന് മറുപടിയുമായി KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രനും രംഗത്ത് വന്നു. പോളോ കാർ താൻ ഉപയോഗിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ കിയ കാറാണ് ഒരിക്കൽ താൻ ഉപയോഗിച്ചതെന്നും C ചന്ദ്രൻ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ താനുമായി ഇതുവരെ ബന്ധപ്പെട്ടിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവനടി ഭവന പദ്ധതിക്ക് തറക്കല്ലിടാൻ വന്നതാണെന്നും കാറിനെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ പറയുന്നതിലൊന്നും ഒരു സത്യവുമില്ല. ആ കാർ ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ വീട്ടിൽ ആ കാർ വന്നിട്ടുമില്ല. ആ കാറുമായി എനിക്കൊരു ബന്ധവുമില്ല. എൻ്റെ വീട്ടിൽ ഒരു കാറേ ഉള്ളൂ. ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരം വീട്ടിലെത്തുന്ന ആളാണ്. ആ കാറുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വിവരവും ഇല്ല, C ചന്ദ്രൻ പറഞ്ഞു. യുവനടി ഭവന പദ്ധതിക്ക് തറക്കല്ലിടാൻ വന്നതാണെന്നും താൻ ഒരിക്കൽ രാഹുലിന്റെ കിയ കാർ ഒരു ദിവസം മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നും C ചന്ദ്രൻ പറഞ്ഞു. രാഹുലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു. DVR SIT കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കെയർ ടേക്കറെ അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതേസമയം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നതായിരുന്നു രാഹുലും പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടത്. അടച്ചിട്ട മുറിയിലാണ് ഇപ്പോൾ കോടതി വാദം കേൾക്കുന്നത്. രാഹുലിന് ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും. നേരത്തെ രാഹുൽ മുദ്രവെച്ച കവറിൽ തെളിവുകൾ കോടതിക്ക് സമർപ്പിച്ചിരുന്നു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ 7 ദിവസമായി രാഹുൽ ഒളിവിലാണ്. ഇതിനിടയിലാണ് മറ്റൊരു യുവതി കൂടി രാഹുലിനെതിരെ പീഡന പരാതിയുമായി KPCC നേതൃത്വത്തെ സമീപിച്ചത്. ഈ പരാതി KPCC DGPക്ക് കൈമാറിയിട്ടുണ്ട്. യുവതിയെ നേരിൽ കണ്ട് പരാതി നൽകാൻ പോലീസ് ആവശ്യപ്പെടും. ഇതിനുശേഷമാകും കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുക. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും.